ശെന്തരുണി എക്കോ ടൂറിസം പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല അശാംഭു മലനിരകളുടെ ഭാഗമാണ് ശെന്തരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം. ഇത് ചെന്തുരുണി ട്രീ ആണ്. ഇത് പക്ഷേ തമിഴ് പ്രൊനൗൺസിയേഷനിൽ ശെന്തുരുണി എന്ന് പറയും. അപ്പോൾ സാഹിബ് അത് ഷെന്തുർണിയാക്കി. അങ്ങനെ 1984 സാങ്ച്വറി വന്നപ്പോൾ ഷെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നായി. ദേശീയ ജാതിയാണ് എൻഡമിക് സ്പീഷീസ്. ഡാമിൻ്റെ ആർട്ടിഫിഷ്യൽ ലേക്കാണ് ഇത്. ഇതിലേ പോയി 3 കിലോമീറ്റർ കാട്ടിലൂടെ പോയിട്ട് ഡാമിൻ്റെ ലേക്കിൻ്റെ തീരത്ത് 40 മിനിറ്റ് ചിലവഴിക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും, 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാം. ഈ 40 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഫോട്ടോ എടുക്കാം. പിന്നെ വെസ്റ്റേൺ ഘട്ട് കാണാം, 3 കിലോമീറ്റർ കാട് കാണാം. പിന്നെ 2 കിലോമീറ്റർ വെള്ളം ഇറങ്ങിക്കിടക്കുകയാണെങ്കിൽ അതുവഴി നടക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം. ചില സമയങ്ങളിൽ വെള്ളം ഇനി കയറി കിടക്കും. പിന്നെ സെപ്റ്റംബറൊക്കെ കഴിയുമ്പോൾ നല്ല കടലിലെ തിര വരുന്ന പോലെ ആര്യം കവിയുന്നൊരു കാറ്റ് വരും. അപ്പോൾ നല്ല തിരകളടിയും. അപ്പോൾ ഓരോ സീസണിലും ഇതിന് ഓരോ ഭാവമാണ്. ഇവിടെ അതിന് തൊട്ട് മുകളിലായിട്ട് കളങ്കുന്ന് വ്യൂ പോയിൻറ്റിൽ ഒരു 2 നിലയ്ക്കൊരു കളങ്കുന്ന് ലേക്ക് വ്യൂ റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു ബംഗ്ലാവുണ്ട്. ഇതിനകത്ത് മുകളിൽ ഒരു സ്യൂട്ട് റൂമും ഒരു നോൺ സ്യൂട്ടും താഴെ ഒരു സ്യൂട്ട് റൂമാണുള്ളത്. ഒരു സ്യൂട്ട് റൂമിന് 3650 രൂപ, നോൺ സ്യൂട്ടിന് 3150 രൂപ. അപ്പോൾ ഇത് നേരത്തെ ബുക്ക് ചെയ്യണം. ഇവിടെ ഫുഡില്ല, പക്ഷേ നമുക്ക് കാടിനുള്ളിലുള്ള പല വീടുകളിലും ക്യാമ്പിംഗ് വിത്ത് ഫുഡ്, ട്രെക്കിംഗ്, നാച്ചുറൽ സ്പാ അങ്ങനെ എല്ലാം കൂടെ ഉള്ളതാണ്. കൊട്ടവഞ്ചിയുണ്ട്. അത് എർത്ത് ഡാമിലാണ്, ആഴം കുറഞ്ഞ സ്ഥലത്താണ് കൊട്ടവഞ്ചി കിടക്കുന്നത്. ഇത് കുറുന്തോട്ടി ടോപ്പ് ഹട്ട്. അത് 2 ഹട്ടുകളാണ്. ഹണിമൂൺ കോട്ടേജായിട്ടും ഫാമിലി കോട്ടേജായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. 6 പേർക്ക് വരെ മാക്സിമം താമസിക്കാം. 5500 രൂപയാണ് 2 പേർക്ക്. എക്സ്ട്രാ പേഴ്സൺ 1500 രൂപ വെച്ചിട്ട്. ഭക്ഷണം, താമസം, കുക്ക്, ഗൈഡ്, പ്രൊട്ടക്ഷൻ സ്റ്റാഫ്, ഒരു ജീപ്പ്, ഒരു ഡ്രൈവർ എല്ലാം കൂടെ കൊടുക്കും. ഒരു ഉച്ചയ്ക്ക് കയറുക, എല്ലാ പാക്കേജും. പിറ്റേന്ന് 10 മണിയാകുമ്പോൾ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തരും. വെജ് ഫുഡായിരിക്കും തരിക. ഇന്ന് കരുതി നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിക്കനോ അതിൻ്റെ ഇൻഗ്രീഡിയൻസോ മീനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കുക്കിനെ തരുന്നുണ്ട്. അദ്ദേഹം കുക്ക് ചെയ്ത് തരും. 45 മിനിറ്റ് ബോട്ടിലൂടെ പോകണം. ആദ്യം നമ്മുടെ വണ്ടിയിൽ ബോട്ട് ലാൻഡിലാക്കി തരും. അവിടുന്ന് ബോട്ട് വന്നിട്ട് 45 മിനിറ്റ് ബോട്ടിലൂടെ പോകും. വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റും. ശേഷം ഇവിടെ നല്ല 100 മീറ്റർ അടുത്തായിട്ട് ഈ കോട്ടേജിന് സമീപം ഒരു വാട്ടർഫാളുണ്ട്. കുളിക്കാം, ചെറിയ ട്രെക്കിംഗ് കിട്ടും. ഒരു ഉച്ച മുതൽ പിറ്റേന്ന് 10 മണി വരെ ചിലവഴിക്കാം. 2 പേർക്ക് 7875 രൂപ, എക്സ്ട്രാ പേഴ്സൺ 1500 രൂപ വീതം. മാക്സിമം ഇപ്പോൾ 5 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ, കാരണം നമുക്കിപ്പോൾ ചെറിയ ബോട്ടേ ഉള്ളൂ. ഇത് ഉഡി റോക്ക്വുഡ് കോട്ടേജ്. ഇവിടെ മാക്സിമം 7 പേർക്ക് വരെ താമസിക്കാം. 2 പേർക്ക് 7875 രൂപ, എക്സ്ട്രാ പേഴ്സൺ 2100 രൂപ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണം, താമസം, കുക്ക്, ഗൈഡ്, പ്രൊട്ടക്ഷൻ സ്റ്റാഫ് എല്ലാം കിട്ടും. ഒരു ജീപ്പ്, ഒരു ഡ്രൈവറും തരും. ഉച്ച തൊട്ട് പിറ്റേന്ന് 10 മണി വരെ. അവിടെയും ഒരു അരുവിയുണ്ട്. ആ കോട്ടേജിന് ബാക്കിലായിട്ട് ഇച്ചിരി മാറിയാൽ ഒരു നല്ല വാട്ടർഫാൾ ഉണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. പണ്ടത്തെ ഒരു ബ്രിട്ടീഷുകാരുടെ എസ്റ്റേറ്റ് ഒക്കെ വഴി, ഒരു എൻക്ലോഷർ വഴിയൊക്കെയാണ് നമ്മൾ അതുവഴി പോകുന്നത്. മുകളിൽ ചെല്ലുമ്പോൾ ഒരു നല്ല തടാകമൊക്കെയുണ്ട്. നല്ല സൂപ്പർ സീനറീസാണ്.